ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ആട്ടോ. അതാണ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചത്. സാധാരണ നോർമലി ഞാൻ കുക്കിംഗ് വീഡിയോസ് എല്ലാം ഷോർട്സിലാണ് ഒതുക്കാറുള്ളത്. ഇപ്പം ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുന്നേ എനിക്ക് ഇച്ചിരി റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു തലക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളായി. അപ്പം ഇപ്പോഴും അതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കമൻസിൽ വന്നിട്ട് ഫുള്ളും ബാഡ് കമൻസ് എന്നല്ല, എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എല്ലാം എനിക്ക് നെഗറ്റീവായിട്ട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലവർ കറക്റ്റാണ് പറഞ്ഞു തരുന്നത്, ചിലവർ കളിയാക്കൽ രൂപത്തിലാണ് പറഞ്ഞു തരുന്നത്, ചിലവർ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ കുറേ രീതിയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് അത്യാവശ്യം റീച്ച് വരുന്നൊരു വീഡിയോ കേട്ടോ അത്. അങ്ങനെ അതിനകത്ത് കമൻസ് ഇപ്പോഴും ഒരു കുറവും ഇല്ല കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തല 7 കിലോളം ഉണ്ടായിരുന്നു. അവരപ്പം കട്ടിയൊക്കെ ചെയ്തായിരുന്നു തന്ന് വിട്ടത്. അപ്പം നമുക്ക് ഈസി ആണല്ലോ ഉണ്ടാക്കാനുള്ള എളുപ്പം നമുക്ക് ഉണ്ടല്ലോ. അപ്പം അത്രയും ക്വാണ്ടിറ്റി ഉള്ളൊരു തല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ വെക്കുന്ന കേട്ടോ. അപ്പം എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. നോർമൽ നമ്മൾ മീൻ മേടിച്ചുകൊണ്ടിരിക്കുക, വെട്ടി കറി വെക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പം എത്രത്തോളം അതിൻ്റെ മസാലകളുടെ മെഷർമെൻറ്റ് വേണം, എത്രത്തോളം എങ്ങനെ ആയിരിക്കും, അതിൻ്റെ വെള്ളം എത്രത്തോളം വേണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു മെഷർമെൻറ്റിൽ ഞാനങ്ങ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോസിൽ ചില സമയത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഇട്ട സാധനങ്ങൾ ഇപ്പം വിട്ടുപോകും. അപ്പോൾ ഒരുപാട് പേര് പുളി ചേർത്തില്ല, ഉപ്പ് ചേർത്തില്ല, വെള്ളം കൂടിപ്പോയി, അത് ചേർത്തില്ല, ഇത് ചേർത്തില്ല എന്നൊക്കെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ചിലവർ വീഡിയോസ് കാണാതെ ഫുൾ വീഡിയോസ് കാണാതെ വേറൊള്ളവരുടെ കമൻറ്റ് കണ്ടിട്ട് വന്ന് കമൻറ്റ് അടിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ കാണിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചു, ബർത്ത്ഡേക്ക് ഇതാണോ കൊടുക്കുന്നത്, തലക്കറിയാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. ഞങ്ങൾ പൂവ് കണ്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കി. അങ്ങനെ ബർത്ത്ഡേ എന്നൊന്നോ അങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചു ഉണ്ടാക്കി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി തലയ്ക്ക് അത്രയും വേവാൻ വെള്ളം വേണം എന്നുള്ളൊരു മൈൻഡിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പം പറഞ്ഞു തരാനും ആരും അന്നേരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ കുഴപ്പമില്ല. അത് ഞാൻ വെള്ളം കുറച്ച് മാറ്റിയിട്ട് പറ്റിച്ച് പിന്നെ ചേർക്കാട്ടോ ചെയ്തത്. അതൊന്നും വീടിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. ഇനി അതും കൂടി ഇട്ടിട്ട് എന്നെ പൊങ്കാലയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അത് ഇട്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാടിട്ട് വേവിച്ചതുകൊണ്ട് ഉടഞ്ഞും പോയി. ഒരുപാട് പേര് പറഞ്ഞു തവിയിട്ട് ഒരുപാടിട്ട് ഇളക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉടഞ്ഞ് കുറേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പം അതൊന്നും അല്ല ഇന്നത്തെ വിഷയം. ഇന്ന് വേറൊരു തലക്കറിയായിട്ടോ വന്നിരിക്കുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. മീഡിയം സൈസിച്ച് വലിയ തല കേരച്ചൂരയുടെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ തലക്കറിയാണ്. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണണം. കാണാതെ വന്നിരുന്ന് കമൻ്റ് അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം, ആരും സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. അപ്പം ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ തല. അത്യാവശ്യം 3 കിലോയോളം വരുന്ന കേരച്ചൂരയുടെ തലയാട്ടോ. ഇത് ഏട്ടൻ തലേന്ന് രാത്രിയാട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അതേ കണക്ക് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം എൻ്റെ ബ്ലഡ് ഒന്നും കളയാതെ കഴുകി എൻ്റെ ഫ്രഷ്നെസ് പോകാതെ അതേ കണക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് കഴുകി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാൻ ഇവിടെ ഒരു വലിയ ഉരുളിയാട്ടോ എടുത്തത്. കാരണം ഈ തല വെക്കാൻ പാകത്തിനുള്ള. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും അതിന് പറ്റിയ പാത്രം അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം അമ്മയുടെ കളക്ഷൻസ് വരുന്നതാണ്. അതുകൊണ്ട് പറ്റിയ ഉരുളി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ആദ്യം ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുറച്ചധികം കുഞ്ഞുള്ളിയും ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട്. സവാള വേണ്ടായിരുന്നു, എന്നാലും കുറച്ച് കുറുകൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ സവാള എടുത്തത്. ഉള്ളി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. വഴണ്ടൊന്ന് ആയി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും മീൻകറിക്കൊക്കെ കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. അതിനകത്തേക്ക് ഒരു 4-5 പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ട് വിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. അപ്പം കറക്റ്റ് മസാല എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അതിനകത്ത് ഡൗട്ട് വേണ്ടേ. ഒരു 6-7 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി കേട്ടോ, പ്രത്യേകിച്ച് പറഞ്ഞേക്കാം, കളർ കൂടുതലായതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലി
മഞ്ഞപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഉലുവാപ്പൊടിയും ഇത്രയായിട്ട് മസാലയായിട്ട് മാത്രം എടുത്തിരിക്കുന്നത്. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് മൂത്തൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വകഞ്ഞ് മാറ്റി നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് എണ്ണ ഓൾറെഡി ഉണ്ട്, എന്നാലും എണ്ണയ്ക്കകത്തേക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ. അപ്പം നന്നായിട്ട് ഉള്ളിയായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം കേട്ടോ. ഈ മൂപ്പിച്ചെടുക്കുന്നതിലാണ് ഇരിക്കുന്നത്. കാരണം ആ പച്ചക്കുത്തലൊക്കെ ഫുള്ളായിട്ട് പോകണം എല്ലാത്തിൻ്റെയും, എന്ന് വെച്ചാൽ മസാലയുടെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഞാനിത് ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എൻ്റെ കൈയളവ് പാകത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചായിട്ടുള്ള ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൈയളവ് പാകത്തിന് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീൻ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചേർത്ത് കൊടുക്കാവേ. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് തല ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം 4 പീസിൻ്റെ തലയാണ്, ഒരു തല തന്നെ 4 പീസാക്കിയതാണ്. അപ്പോൾ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അരപ്പ് എടുത്തതും പാത്രവും എല്ലാം കറക്റ്റായിട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് വേവാനായിട്ട്. എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം അതിൻ്റെ പാകത്തിന് ഞാൻ ഒതുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് ഫുള്ള് മുങ്ങി നിൽക്കുന്ന പാകത്തിനാട്ടോ ഞാൻ ഒതുക്കി വെച്ച് കൊടുത്തത്. അതാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ പാകത്തിന് ഇരിക്കുമല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ കുടംപുളി വെള്ളത്തിലിട്ടതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തണ്ടോട് കൂടിയാട്ടോ ഞാൻ പിച്ചി ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല മണവും രുചിയൊക്കെ ആയിരിക്കുമേ. എന്നിട്ട് ഇളക്കാതെ തന്നെ അതേ കണക്ക് ഞാൻ അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം ഈ മീനൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ള് വെന്തതിന് ശേഷം മറ്റേ സൈഡ് ഉടയാതെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലിട്ട് ഇളക്കാതെ തന്നെ മീൻ മാത്രം എടുത്ത് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ചൊരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി റെഡിയാട്ടോ. നല്ല മണമാണ് വരുന്നത്. കറിവേപ്പിലയുടെയും ആ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. എന്തായാലും മീൻ ഒരെണ്ണം പോലും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. എങ്കിൽ കറക്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. തലയും മാംസം എല്ലാം നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സ്പൂണിട്ടോ തവിയിട്ടോ ഒന്നും ഒരുപാട് ഞാൻ ഇളക്കിയില്ല. കറക്റ്റായിട്ട് ഞാൻ അതേ കണക്ക് തൊടാതെ തന്നെ ഇളക്കി കേട്ടോ വെച്ചത്. ലാസ്റ്റ് ഇറക്കാൻ നേരം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു അടച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാൻ എൻ്റെ ഏട്ടൻ ഇല്ലാതായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ ജോലിക്ക് പോയതുകൊണ്ട് ഏട്ടനുള്ള ഫുഡ് രാവിലെ ഞാൻ ഒരുക്കി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അമ്മയും ഉച്ചയ്ക്ക് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് സലീനേച്ചി ഇക്കയായിരുന്നു കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി പറഞ്ഞിരുന്നു, ചേച്ചി മീനൊന്നും മേടിക്കല്, ഞാൻ തലക്കറി വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചേച്ചി കപ്പ ഉണ്ടാക്കി, ഞാൻ തലക്കറി ഉണ്ടാക്കി, ചോറും മോരും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഏട്ടന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേച്ചിയാണ് എല്ലാം വിളമ്പി തരുന്നത്. വിളമ്പൽ ഡ്യൂട്ടി ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു പീസ് എടുത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു 4 പീസുണ്ട്, ഒരെണ്ണം കൂടി എടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പീസും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ കപ്പയൊക്കെ വിളമ്പി അതിൻ്റെ മേളിൽ തലയൊക്കെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ കഴിച്ചത്. അല്ലാതെ ഇട്ട് കോരി ഇളക്കി അത് കറി നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ബാക്കി മീനല്ല തല നമുക്ക് രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയോ മേടിക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ ഏട്ടനെ വല്ലാതെ മിസ് ചെയ്ത് കേട്ടോ. കാരണം എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുമല്ല ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ട് കേട്ടോ തലക്കറി. അപ്പോൾ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഞാൻ ഏട്ടന് തല മാറ്റി വെച്ചിട്ടുണ്ട്, തലക്കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കമ്പനിക്ക് സലീനേച്ചി ഇക്കയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരുമിച്ച് കൂടുക, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഒരുമിച്ച് കൂടുക. എന്തെങ്കിലും എന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയോ ചോറോ അങ്ങനെ എന്താണെങ്കിലും ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിലും ചിലപ്പം രാത്രിയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പം എന്തായാലും സ്വാഭാവികമാണല്ലോ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെന്തായാലും മുന്നിൽ തന്നെ കാണുമെന്ന് അറിയാമല്ലോ. അപ്പം എനിക്ക് കമ്പനിക്കായിട്ട് എന്തായാലും ഇക്കായും സലീനേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമീഷ സ്കൂളിൽ പോയതുകൊണ്ട് അവൾ വൈകുന്നേരം വന്നിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നിലമോൾക്ക് മീൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് എൻ്റെ പാത്രത്തിലെ മീനൊന്നും വേണ്ട, അവൾക്ക് തന്നെ എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ
തലയോടെ എടുത്ത് അവളെ മുന്നിൽ വെച്ച് കൊടുത്തു. ഒരെണ്ണം എടുത്ത് ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്ക് എരിയാന്ന് കണ്ടപ്പോഴത്തേക്കും തിരിച്ചങ്ങ് വെച്ച് കേട്ടോ. തലയുടെ എൻ്റെ ഫേവറേറ്റ് പോർഷൻ ആട്ടോ ഈ കണ്ണെന്ന് പറയുന്നത്. അത് ഈ പ്രാവശ്യം സലീനേച്ചിക്കാട്ടോ കിട്ടിയത്. അങ്ങനെ ഞാൻ സലീനേച്ചി പറഞ്ഞ ഇടി ഇത് ഞാൻ എടുക്കുകയാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എടുത്തോന്ന്. അതാട്ടോ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് കഴിക്കുന്നത്. അതിന് കൂടെ ഞാൻ ഈ കറികളെല്ലാം ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇതെല്ലാം കണ്ടത് കൊണ്ടാണോ എനിക്കങ്ങോട്ട് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. എന്തോ വയറ് നിറഞ്ഞ പോലെ. എനിക്ക് കൂടുതൽ ഉണ്ടാക്കി എല്ലാവരും കൊണ്ട് കഴിപ്പിക്കുക എന്നല്ലാതെ എനിക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്ക് വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ചോറ് കഴിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി വാരി തിന്നിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുക കേട്ടോ ചെയ്തത്. അപ്പം എല്ലാവർക്കും തലക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും കുറ്റമോ കുറവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.